വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അല്പസമയത്തെ ചിന്തയ്ക്ക് വേണ്ടി വിശുദ്ധ തിരുവെഴുത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. 2 Chronicles 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 16-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം ശബ്ദമുയർത്തി ഒരാൾക്ക് വായിക്കാം. 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 16-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം. യഹോവയുടെ കണ്ണ് തങ്ങൾ ഏകാഗ്രചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ഭൂമിയിൽ എല്ലായിടവും ഊടാടിക്കൊണ്ടിരിക്കുന്നു. ഇതിൽ നീ ഭോഷത്വം പ്രവർത്തിച്ചിരിക്കുന്നു, ഇനി നിനക്ക് യുദ്ധങ്ങൾ ഉണ്ടാകും. യഹോവയുടെ കണ്ണ് തങ്ങൾ ഏകാഗ്രചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ഭൂമിയിൽ എല്ലായിടവും ഊടാടിക്കൊണ്ടിരിക്കുന്നു. ഇതിൽ നീ ഭോഷത്വം പ്രവർത്തിച്ചിരിക്കുന്നു, ഇനി നിനക്ക് യുദ്ധങ്ങൾ ഉണ്ടാകും. കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, നല്ല സമയത്തിനായി നന്ദിയോടെ സ്തോത്രം. ഇന്ന് രാത്രി ഞങ്ങൾ വലിയ പ്രതീക്ഷയോടെ അങ്ങയുടെ സന്നിധിയിൽ വന്നിരിക്കുകയാണ്. അങ്ങയുടെ മുഖത്തേക്ക് നോക്കുന്നു. ഞങ്ങൾ വായിച്ചു കേട്ട തിരുവെഴുത്തിനായി സ്തോത്രം. അവിടുന്ന് ഞങ്ങളോട് ഹൃദയമായി സംസാരിക്കണം. അടിയൻ്റെ ബലഹീന ശബ്ദത്തെ അവിടുന്ന് ബലപ്പെടുത്തണം. ദൈവശബ്ദം ഇവിടെ മുഴങ്ങാൻ ദൈവം ഇടയാക്കണം. ചില ജീവിതങ്ങൾ വിടുവിക്കപ്പെടാൻ സ്വർഗം കൃപ ചെയ്യണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. ഇതിൻ്റെ പശ്ചാത്തലം ഒന്നും പ്രസംഗിക്കുന്നില്ല. ആസയോട് ദൈവത്തിൻ്റെ പ്രവാചകൻ പറയുന്ന ശബ്ദമാണ്. ആരാണ് ആസ? യഹൂദയുടെ രാജാവാണ്. ബശയ്യ ഇസ്രായേലിൻ്റെ രാജാവ് യുദ്ധത്തിന് ചെല്ലുകയാണ്. ആ സമയത്ത് ആസ ആരാം രാജാവായ ബെൻഹദദിനെ ആശ്രയിച്ചപ്പോൾ ദൈവത്തിൽ ആശ്രയിക്കേണ്ട ജനം ദൈവത്തെ ആശ്രയിക്കാതെ ജാതീയ രാജാവിനെ ആശ്രയിച്ച സമയത്ത് ദൈവം തൻ്റെ പ്രവാചകനെ എഴുന്നേൽപ്പിച്ച് ദൂത് പറയുകയാണ്. ആ ദൂതാണ് ഇവിടെ വായിച്ചു കേൾപ്പിച്ചത്. യഹോവയുടെ കണ്ണ് തങ്ങൾ ഏകാഗ്രചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ഭൂമിയിൽ എല്ലായിടവും ഊടാടിക്കൊണ്ടിരിക്കുന്നു. അടുത്തതാണ് അവനോട് പറയുന്നത്, ഇതിൽ നീ ഭോഷത്വം, അത് ഞാൻ പ്രസംഗിക്കുന്നില്ല, നീ ഭോഷത്വം പ്രവർത്തിച്ചിരിക്കുന്നു, ഇനി നിനക്ക്, അത് പ്രസംഗിച്ചാൽ നിങ്ങൾ സ്തോത്രം പറയത്തില്ല. അതുകൊണ്ട് ആ ഭാഗത്തേക്ക് ഞാൻ പോകുന്നില്ല. എന്നാൽ ദൈവം തൻ്റെ ദൂത് തൻ്റെ ജനത്തോട് കൈമാറുകയാണ്. തങ്ങൾ ഏകാഗ്രചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് യഹോവയുടെ കണ്ണ് ഊടാടിക്കൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദ ലോർഡ്. നമ്മുടെ ദൈവം സർവശക്തനായ ദൈവമാണ്. നമ്മുടെ ദൈവം സർവവ്യാപിയായ ദൈവമാണ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. തിരുവനന്തപുരത്ത് എൻ്റെ ലോക്കൽ സഭയിൽ ഇപ്പോൾ മീറ്റിംഗ് ഉണ്ടെങ്കിൽ അവിടെയും ഈ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. കുവൈറ്റിൽ ഇവിടെ ഈ ഹാളിനകത്ത് ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. സ്വർഗം എൻ്റെ സിംഹാസനം, ഭൂമി എൻ്റെ പാദപീഠം എന്നരുളി ചെയ്ത സർവശക്തനായ ദൈവം, ധന്യനായ ഏകാധിപതി, രാജാധി രാജാവ്, കർത്താധി കർത്താവ്, താൻ മാത്രം അമർത്യതയുള്ളവൻ, അടുത്തു കൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ, മനുഷ്യരാരും കണ്ടിട്ടില്ലാത്തവൻ, ആർക്കും കാണാൻ കഴിയാത്തവൻ, ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായ ദൈവം, ഗതിഭേദങ്ങളാലുള്ള ആച്ഛാദനമില്ലാത്തവൻ, വാക്കു പറഞ്ഞാൽ മാറാത്തവൻ, വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തൻ, അത്ഭുത മന്ത്രി, വീരനായ ദൈവം, നിത്യ പിതാവ്, സമാധാന പ്രഭു. ഇന്ന് രാത്രി ഞാനും നിങ്ങളും സേവിക്കുന്ന ദൈവം ആരാണെന്ന് അനുഭവിച്ചറിഞ്ഞ ദൈവമക്കൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഏതെങ്കിലും പ്രാദേശിക സ്ഥലത്ത് ഒതുങ്ങിയിരിക്കുന്ന
ഒരു ദൈവത്തെ അല്ല ഞാനും നിങ്ങളും സേവിക്കുന്നത്. ഏതെങ്കിലും ഒരു പ്രാദേശിക സ്ഥലത്തിന്റെ പേരിൽ അറിയുന്ന ഒരു ദൈവത്തെ അല്ല ഞാനും നിങ്ങളും സേവിക്കുന്ന ദൈവം സർവശക്തനായ ദൈവമാണ്, സർവവ്യാപിയായ ദൈവമാണ്. നമ്മുടെ ദൈവത്തിന് അസാധ്യമായിട്ട് ഒരു കാര്യവുമില്ല. അത് വിശ്വസിക്കുന്ന എത്ര ദൈവമക്കൾ ഇവിടെ വന്നിട്ടുണ്ട്. എൻ്റെ ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യവുമില്ല. പ്രൈസ് ദി ലോർഡ്. അവൻ ധന്യനായ ഏകാധിപതി എന്ന് പറഞ്ഞാൽ അവൻ സകലത്തിൻ്റെയും വാഴുന്ന ദൈവം, സകലത്തെയും ഭരിക്കുന്ന ദൈവം, സകലത്തെയും നിയന്ത്രിക്കുന്ന ദൈവം, സകലത്തെ സൃഷ്ടിച്ച ദൈവം. ഇന്ന് രാത്രി നിന്നെ നിയന്ത്രിക്കുന്നത് ലോകത്തിലെ ഏതെങ്കിലും ഒരു ശക്തിയല്ല. നിന്നെ നിയന്ത്രിക്കുന്നത് ലോകത്തിലെ ഏതെങ്കിലും ഒരു രാജാവല്ല. നിന്നെ നിയന്ത്രിക്കുന്നത്, നിന്നെ ഭരിക്കുന്നത് ലോകത്തിലെ ഏതെങ്കിലും ഇരുട്ടിന്റെ വ്യാപാര ശക്തികളല്ല. നിന്നെ നിയന്ത്രിക്കുന്നത് പ്രാപിച്ച ദൈവമക്കൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ ദൈവം സർവശക്തനായ ദൈവം. എൻ്റെ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. ഇന്ന് നീ ഏതെങ്കിലും വിഷയത്തിൽ ഭാരപ്പെട്ട് നിരാശപ്പെട്ട് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് വ്യക്തമായി സംസാരിക്കുന്നു. നിന്റെ നിരാശകളെ എടുത്തു മാറ്റാൻ, നിന്റെ ഭാരങ്ങളെ എടുത്തു മാറ്റാൻ, നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ, നിനക്ക് വേണ്ടി വഴി തുറക്കാൻ എൻ്റെ ദൈവം സർവശക്തൻ. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ചില കെട്ടുകളെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി അഴിച്ചു മാറ്റുകയാണ്. നിനക്ക് വേണ്ടി നീ കണ്ടിട്ടില്ലാത്ത ചിലരെ ഇന്ന് രാത്രി എഴുന്നേൽപ്പിക്കുന്നത് പരിശുദ്ധാത്മാവ് എന്നെ കാണിക്കുന്നു. വിശ്വസിക്കുന്നവർക്കായി ഹല്ലേലൂയ. ഹല്ലേലൂയ. ആ ദൈവത്തിൻ്റെ കണ്ണ്, ഈ ദൈവത്തിൻ്റെ കണ്ണ് ഇങ്ങനെ ഊടാടിക്കൊണ്ടിരിക്കുക. എവിടെ ഊടാടുന്നത്? ഭൂമി മുഴുവൻ ഊടാടുന്നു. ഹല്ലേലൂയ. നമ്മുടെ കണ്ണിനൊക്കെ ഒരു റേഞ്ച്, ഒരു ലിമിറ്റഡ് റേഞ്ചിനകത്ത് നമുക്ക് കാണാൻ പറ്റുള്ളൂ. എൻ്റെ കണ്ണിൻ്റെ കാഴ്ച നിങ്ങളുടെ കണ്ണിനെക്കാട്ട് കുറവായിരിക്കും. കാരണം 40-45 വർഷത്തിൽ കൂടുതലായി സ്പെക്സ് വെച്ചിട്ട്. 45 വർഷമായിട്ട് കണ്ണാടി വയ്ക്കുന്ന എൽ കെ ജി അല്ലെങ്കിൽ LKG UKG പോകുന്ന സമയം തൊട്ട് കണ്ണാടിയാണ്. അപ്പം എൻ്റെ കണ്ണിൻ്റെ കാഴ്ച നിങ്ങൾക്ക് ഒരുവിധമൊക്കെ ഗസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാൻ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ കണ്ണിൻ്റെയൊക്കെ ഫ്രീക്വൻസിക്ക് പരിമിതികളുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് കാണാൻ പറ്റുന്നതിനൊരു പരിമിതിയുണ്ട്. നമ്മുടെ വിഷൻ ഒരു ലിമിറ്റേഷനുണ്ട്. എന്നാൽ അൺലിമിറ്റഡ് ആയിട്ടുള്ള, പരിമിതിയില്ലാത്ത, സീമാതീതമായി സകലതിൻ്റെയും കാണുന്ന ഒരു ദൈവം. എത്ര പേർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്? നിന്നെ കാണുന്ന ദൈവം, നിന്നെ സകലതും അറിയുന്ന ദൈവം, എല്ലാം ഒരുപോലെ കാണാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ കണ്ണിൻ്റെ നിയന്ത്രണത്തിൽ, വേദപുസ്തകത്തിൻ്റെ ഭാഷ പറഞ്ഞാൽ ദൃഷ്ടി വച്ച് ആലോചന പറഞ്ഞു തരുന്ന സർവശക്തനായ ദൈവം. അവൻ ആർക്ക് ആലോചന പറഞ്ഞു കൊടുക്കുന്നത്? തൻ്റെ ഭക്തന്മാരോട് മുഴുവൻ സെക്കൻഡ് ടു സെക്കൻഡ് സംസാരിക്കാൻ കഴിവുള്ള സർവശക്തനായ ദൈവത്തിൻ്റെ കണ്ണ് ഊടാടിക്കൊണ്ടിരിക്കുന്നു. വിശ്വസിക്കാൻ കൃപ പ്രാപിച്ച ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. നമ്മുടെ ദൈവത്തിൻ്റെ കാഴ്ചയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നൊരു കാര്യം എബ്രായ ലേഖനത്തിലുണ്ട്. ബുക്ക് ഓഫ് ഹീബ്രു ചാപ്റ്റർ 4:13 ഒന്ന് വായിച്ചു കേൾപ്പിക്കാമോ? എബ്രായ ലേഖനം 4:13. അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല. സകലവും അവന്റെ കണ്ണിന് നഗ്നവും മലർന്നതുമായി കിടക്കുന്നു. അവനുമായിട്ടാകുന്നു നമുക്ക് കാര്യമുള്ളത്. ആരോടാ?
ഹലോ, പ്രൈസ് ദ ലോർഡ്. നമുക്ക് കാര്യം ലോകത്തിലെ ഏതെങ്കിലും മനുഷ്യനുമായിട്ടല്ല. നമുക്ക് കാര്യം ലോകത്തിലെ ഏതെങ്കിലും ഗവൺമെൻറ്റുമായിട്ടല്ല. നമുക്ക് കാര്യം ലോകത്തിലെ ആരുമായിട്ടുമല്ല. നമുക്ക് കാര്യം നമ്മുടെ ദൈവത്തോടാണ്. കാരണം നമ്മുടെ ദൈവത്തിൻ്റെ മുമ്പിൽ മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ മുമ്പിൽ മറഞ്ഞിരിക്കുന്ന ധാരാളം കാര്യങ്ങളുണ്ട്. ഈ ഭൂമിയിലുള്ള സകല ജീവനുള്ളതും ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. ജീവനില്ലാത്തതൊക്കെ മനുഷ്യനൊക്കെ കുറേ ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ നിന്നൊക്കെ എടുത്തോണ്ടൊക്കെ ഉണ്ടാക്കിയെങ്കിലും സകലത്തിൻ്റെ മേലും സകലത്തെയും സൃഷ്ടിച്ച സർവശക്തനായ ദൈവം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത ബാക്ടീരിയ ഉണ്ടല്ലേ, വൈറസുകളുണ്ടല്ലേ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നമുക്കറിയാം, നമ്മൾ ഏറ്റവും ഭയപ്പെട്ട ഒരു വൈറസ് ഉണ്ട്. ഏതാ? ആമേൻ. കോവിഡ് വൈറസ്. നമ്മുടെ കണ്ണുകൊണ്ടൊന്നും കാണാൻ പറ്റില്ല. ഈ വൈറസും ബാക്ടീരിയയും കാണാൻ വേണ്ടി ഇലക്ട്രോ മൈക്രോസ്കോപ്പി സിസ്റ്റം വേണം. അത് കാണണമെങ്കിൽ, കാരണം ആ ചെറിയ ബാക്ടീരിയ അല്ലെങ്കിൽ വൈറസിനെയൊക്കെ ലക്ഷക്കണക്കിന് മടങ്ങ് വലിപ്പത്തിൽ ഈ മൈക്രോസ്കോപ്പ് കാണിച്ചു തരും. ഡോക്ടേഴ്സൊക്കെ ഇതിനകത്ത് ഇരിപ്പുണ്ട്. ദൈവത്തിന് സ്തോത്രം കാണിച്ചു തരും. അങ്ങനെ നമ്മൾ മനസ്സിലാക്കുന്നത് ഇതേത് വൈറസാണെന്ന്. നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത ഈ കൊച്ചു വൈറസിനെ പോലും സ്വർഗത്തിലെ ദൈവം താഴോട്ട് നോക്കുമ്പോൾ ഇതിനെ അവൻ്റെ കണ്ണിൽ കണ്ടുകൊണ്ടിരിക്കുകയെന്ന് മനസ്സിലായോ? എൻ്റെ ദൈവത്തിൻ്റെ കണ്ണിൻ്റെ റേഞ്ച് മനസ്സിലാക്കാൻ കൃപ പ്രാപിച്ച ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ എൻ്റെ ദൈവത്തിൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ സൂക്ഷ്മ അണുക്കളെ പോലും വ്യക്തമായി കാണുവാൻ കഴിയുമെങ്കിൽ ഇന്ന് രാത്രിയിൽ ആത്മാവിൽ ഞാൻ ദൂത് കൈമാറുകയാണ്. എൻ്റെ ദൈവത്തിൻ്റെ കണ്ണിന് മുമ്പിൽ മറഞ്ഞിരിക്കുന്നത് ഒന്നുമില്ല എങ്കിൽ നിനക്ക് വേണ്ടി വ്യാപരിക്കുന്ന ഈ കണ്ണുണ്ട് തൻ്റെ ഭക്തന്മാരുടെ സംരക്ഷണത്തിന് വേണ്ടി, തൻ്റെ ഭക്തന്മാരുടെ നന്മയ്ക്ക് വേണ്ടി, തൻ്റെ ഭക്തന്മാരുടെ പ്രൊട്ടക്ഷന് വേണ്ടി വ്യാപരിക്കുന്ന ഈ കണ്ണിൻ്റെ മുമ്പിൽ മറഞ്ഞിരിക്കുന്ന ഒരു ശക്തിയുമില്ല. അവൻ്റെ കണ്ണിനെ കുറിച്ച് യോഹന്നാൻ പത്മോസ് ദ്വീപിൽ കണ്ട കാഴ്ചയിൽ പറയാണ്, അഗ്നി ജ്വലിക്കുന്നത് പോലെയുള്ള കണ്ണ്. ഹല്ലേലൂയ. അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണെന്ന, അത് മറ്റൊരു വേർഷനിൽ പറഞ്ഞിരിക്കുന്നത് അഗ്നി ജ്വലിക്കുന്നത് പോലെ ഒരു കണ്ണുള്ളവൻ. ഹല്ലേലൂയ. എൻ്റെ ദൈവത്തിൻ്റെ കണ്ണിൽ നമുക്ക് നോക്കാൻ പോലും പറ്റില്ല. കാരണം തീ കത്തുന്നത് പോലെ കത്തിക്കൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ കണ്ണ്. ഓ ജീസസ്. ഈ ദൈവത്തെ മറച്ച് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അതാ അടുത്ത ചോദ്യം. ദൈവത്തിന് സ്തോത്രം. നമ്മെ മുഴുവനുമായി കാണുന്ന ഈ ദൈവത്തിൻ്റെ മുമ്പിൽ നമുക്കൊന്നും മറയ്ക്കാൻ പറ്റില്ല, നമുക്കൊന്നും ഒളിക്കാൻ പറ്റില്ല. നിന്നെ മുഴുവനുമായി കാണുന്ന ദൈവം. ആമേൻ. 139 സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്നു, അത് വായിച്ചു കേട്ടാൽ നന്നായിരിക്കും. 139 11, 12, 13, 14, 15, 16 വാക്യങ്ങളിൽ ഇരുട്ടെന്നെ മൂടിക്കളയട്ടെ. വായിച്ചാട്ടെ. ഇരുട്ടെന്നെ മൂടിക്കളയട്ടെ, ഇരുട്ടെന്നെ മൂടിക്കളയട്ടെ. വെളിച്ചം എന്റെ ചുറ്റും രാത്രിയായി തീരട്ടെ, വെളിച്ചം എന്റെ മുമ്പിൽ രാത്രിയായി തീരട്ടെ എന്ന് ഞാൻ പറഞ്ഞാൽ ഇരുട്ടുപോലും നിനക്ക് മറവായിരിക്കുന്നില്ല. നോക്കിയേ, എന്റെ ദൈവം ആരാണ്? ഹലോ, കൂരിരുട്ടത്തും നിന്റെ കാണുന്നൊരു ദൈവം. ഓ, ഇരുട്ടത്ത് സംഹരിക്കുവാൻ, നിനക്കെതിരെ സംഹരിക്കുവാൻ, നിന്നെ തകർത്ത് കളയാൻ പോരാടുന്ന ഇരുട്ടിൻ്റെ വ്യാപാരങ്ങൾ നിനക്ക് കാണാൻ പറ്റില്ലെങ്കിലും അത് കാണുന്ന ഒരു ദൈവം. ഇരുട്ടിൽ നീ പാപം ചെയ്താൽ ലോകത്തിലെ ആരും നിന്റെ പാപം കണ്ടില്ലെന്ന് നീ വിചാരിച്ചാലും നിന്റെ പാപത്തെ കാണുന്ന ദൈവം. രണ്ടു വശമുണ്ടല്ലോ. പ്രൈസ് ദ ലോർഡ്. ആ രണ്ടു വശം, നിന്നെ ആരും കണ്ടില്ല എന്ന് പറഞ്ഞ് നീ ചെയ്ത തെറ്റുകളുണ്ട്. നിന്റെ പാസ്റ്ററിനെ നിനക്ക് മറയ്ക്കാൻ പറ്റും, നിന്റെ അപ്പനെ നിനക്ക് മറയ്ക്കാൻ പറ്റും, നിന്റെ അമ്മയെ നിനക്ക് മറയ്ക്കാൻ പറ്റും, നിന്റെ കൂട്ടുകാരെ നിനക്ക് മറയ്ക്കാൻ പറ്റും. എന്നാൽ നിനക്ക് മറയ്ക്കാൻ പറ്റാത്ത ഒരു കണ്ണുണ്ട്.
അത് ആരുടെ കണ്ണാന്നറിയാമോ? അതെന്റെ ദൈവത്തിന്റെ കണ്ണാണ്. ഇന്ന് രാത്രി നിന്നെ കാണുന്ന കണ്ണ് രാത്രിയും പകലും ഒരുപോലെ നിന്റെ മേൽ ദൃഷ്ടി വെക്കുന്ന ഒരു കണ്ണുണ്ട്. ഇന്ന് രാത്രി അത് തിരിച്ചറിയുന്ന ദൈവമക്കളോട് വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി ദൈവശക്തി വ്യാപരിക്കുന്നു. ഒരു അഭിഷേകം ഈ ഹോളിനകത്തുണ്ട്. അവൻ ദൈവനാമത്തിന്റെ മഹത്വമായ ചില വിടുതലുകളെ പ്രത്യക്ഷമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി വെളിപ്പെടുത്തുന്നത് അനുഭവിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ചില കെട്ടുകൾ അഴിയട്ടെ. Oh, power in the name of Jesus. Hallelujah. ഇരുട്ട് ഒന്നുകൂടെ വായിച്ചാ. ഇരുട്ട് എന്നെ മൂടിക്കളയട്ടെ, വെളിച്ചം എന്റെ ചുറ്റും രാത്രിയാകട്ടെ എന്ന് ഞാൻ പറഞ്ഞാൽ എന്ന് പറഞ്ഞ ഞാൻ തന്നെ എന്റെ ചുറ്റും ഒരു ഇരുട്ടുണ്ടാക്കി അതിനകത്ത് കയറി ഒളിക്കാൻ ഞാൻ നോക്കിയാൽ അടുത്തത് ഇരുട്ടും വെളിച്ചവും നിനക്ക് ഒരുപോലെ തന്നെ. ഇരുട്ടും വെളിച്ചവും നിനക്ക് ഒരുപോലെ തന്നെ. അടുത്തത് നീയല്ലോ എന്റെ അന്തരംഗങ്ങളെ നിർമ്മിച്ചത്. നീയല്ലോ എന്റെ അന്തരംഗങ്ങളെ. ദൂതേറ്റെടുക്കാൻ പറ്റുന്നുണ്ടോ? ഹല്ലേലൂയ. നീ നിന്റെ അമ്മയുടെ ഉദരത്തിനകത്ത് ഒരു മാംസപിണ്ഡമായി നീ ഉരുവായ സമയത്ത് നിനക്ക് കണ്ണും മൂക്കും നാക്കും ഒക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് നീ ഒരു പിണ്ണാകാരമായിരുന്നപ്പോൾ നിന്നെ കണ്ട ഒരു കണ്ണ് എത്ര പേർക്ക് ഏറ്റെടുക്കാൻ കഴിയുന്നുണ്ട്? ഈ കണ്ണ് നിന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ, ആ കണ്ണാണ് നിന്നെ വളർത്തിയെടുത്തതെങ്കിൽ, ആ കണ്ണ് നിന്റെ മേൽ ദൃഷ്ടി വെച്ച് ഇതുവരെ കൊണ്ടുവന്നെങ്കിൽ ഈ ദൈവം മരിച്ചു പോയിട്ടില്ല. ഈ ദൈവം തീർന്നു പോയിട്ടില്ല. ഈ ദൈവം കഴിഞ്ഞു പോയിട്ടില്ല. ഈ ദൈവം ഇന്നും ജീവിക്കുന്ന ദൈവം. ദൈവശക്തി വ്യാപരിക്കുക. ഒരഭിഷേകത്തിന്റെ പവർ ഇന്നിതിനകത്തുണ്ട്. കൃപ പ്രാപിച്ചവർ എഴുന്നേറ്റ് അതിനെ ഏറ്റെടുത്തോണം. അഭിഷേകത്തിന്റെ ശക്തി. അപ്പൊ ഇരുട്ട് പോലും എൻ്റെ ദൈവത്തിന് മറവല്ലെന്ന്. നിന്റെ കണ്ണ്, ഞാൻ ഭിന്നാകാരമായിരുന്നപ്പോൾ നിന്റെ കണ്ണെന്നെ കണ്ടു. അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നത്? കണ്ണെന്ത് ചെയ്തു? കണ്ടു. അടുത്തത് എന്റെ അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ മെടഞ്ഞു, ഭയങ്കരവും അതിശയവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കുകയാൽ വാക്കില്ല. ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും. ഭയങ്കരവും അതിശയകരവുമായി നീ എന്നെ സൃഷ്ടിച്ചു. നിന്റെ പ്രവൃത്തികൾ അത്ഭുതകരമാകുന്നു. ആമേൻ. സ്തോത്രം. അതിനകത്ത് തന്നെ ദാവീദ് പറയുന്നുണ്ട്, ഞാൻ ഉഷസ്സിന്റെ ചിറക് ധരിച്ച് സമുദ്രത്തിന്റെ അറ്റത്ത് പോയി പാർത്താലും ദൈവമേ അവിടെയും നിന്റെ സാന്നിധ്യമുണ്ട്. റാന്നി കടന്നാലും, പത്തനംതിട്ടയാണേലും, റാന്നി അല്ലെങ്കിൽ എറണാകുളമാണെങ്കിലും, ഇനി മലബാറാണേലും, വയനാടാണേലും, കുവൈറ്റ് ആണേലും എൻ്റെ ദൈവത്തിന് സാന്നിധ്യം ഉണ്ടെന്ന്. എൻ്റെ ദൈവം അവിടെയും പ്രവർത്തിക്കും. ഇന്ന് രാത്രി ഏറ്റെടുക്കാൻ തയ്യാറായിരിക്കുന്ന ചില ജീവിതങ്ങളെ പരിശുദ്ധാത്മാവ് കാണിക്കുന്നുണ്ട്. അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ ഒരു കാര്യം ഉറപ്പാ, കാണുന്ന മണ്ഡലത്തിലും കാണാത്ത മണ്ഡലത്തിലും, അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം കാണുന്ന മണ്ഡലവും കാണാത്ത മണ്ഡലവും ഇത് രണ്ടുമുണ്ട്. നമ്മുടെ ദൃഷ്ടിയിൽ കാണുന്നതും നമ്മുടെ ദൃഷ്ടിയിൽ കാണാത്തതുമായ തലങ്ങൾ, ഈ രണ്ടിടത്തും ഒരുപോലെ കാണുന്ന ഒരു ദൈവം. നിനക്കെതിരെ പിശാച് എവിടെല്ലാം നിന്നെ തകർത്ത് കളയാൻ പതിയിരിപ്പുണ്ടായിരുന്നറിയാമോ? നിന്നെ ഇല്ലാതാക്കാൻ പിശാച് ഒളിയമ്പുകൾ നീ കണ്ടില്ല, നീ അറിഞ്ഞിട്ട് പോലുമില്ല. അതിനെ തടഞ്ഞ ഒരു ദൈവശക്തിയുണ്ട്.
സ്തോത്രം. അപകടങ്ങളിലൂടെ നിന്നെ ഭൂമിയിൽ നിന്ന് മാറ്റിക്കളയാൻ, നിന്റെ ശരീരത്തിനകത്തേക്ക് ചില ശക്തമായ വൈറസുകളെ കയറ്റിവിട്ട് രോഗത്തിന് അടിമയാക്കി ഒതുക്കാൻ, നീ അറിയാതെ പോലും നിനക്കെതിരെ പോരാടിയ ഇരുട്ടിന്റെ വ്യാപാരങ്ങൾ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി പറഞ്ഞു, അതിനെ ദൈവം കണ്ട് തടഞ്ഞു മാറ്റി. ഇന്ന് രാത്രി ചിലതിനെ തടഞ്ഞു മാറ്റുക, തടഞ്ഞു മാറ്റുന്നു ദൈവാത്മാവ് കാണിക്കുന്നു. നിന്നെ തകർത്ത് കളയാൻ, നിന്നെ മുടിച്ചു കളയാൻ, നിന്നെ ഇല്ലാതാക്കി കളയാൻ ശത്രു തൊടുത്തുവിടുന്നില്ല ആയുധങ്ങളെ. Get ready, receive the protection. Hallelujah. ചില മാസങ്ങൾക്ക് മുമ്പ് ഞാൻ UK റീജിയൻ കൺവെൻഷനും UK അയർലൻഡ് മലയാളി പെന്തക്കോസ്റ്റൽ കോൺഫറൻസിനും പ്രസംഗിക്കാൻ വേണ്ടി പോയി. ചില മാസങ്ങൾക്ക് മുമ്പ് 2-3 months ബാക്ക്. ദൈവത്തിന് സ്തോത്രം. അവിടെ ഞാൻ യാത്ര ചെയ്തൊരു കൊച്ച് യാരീസിൻ്റെ കാറിൽ ഞാനും എൻ്റെ ചില സഹോദരന്മാർ 5 പേർ ഒരുമിച്ച് യാത്ര ചെയ്യുകയാണ്. ഒരു ഡ്യുവൽ ഗാരേജ് വേയിൽ ആ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ദൈവത്തിന് സ്തോത്രം 16 വീലർ ട്രക്ക്, 16 വീലിൻ്റെ ട്രക്ക് 100 മൈൽ സ്പീഡിൽ, 160 കിലോമീറ്റർ സ്പീഡിൽ ഞങ്ങൾ സഞ്ചരിച്ച കാറിൻ്റെ മുകളിലൂടെ കയറി ഇറങ്ങിപ്പോയി. മനസ്സിലാകുന്നുണ്ടോ? വണ്ടി ഓടിച്ച ഡ്രൈവർ കണ്ടില്ലെന്ന്. സ്തോത്രം. ആരും കണ്ടില്ല, ശ്രദ്ധിച്ചില്ല. ഇടിച്ച് തകർന്നപ്പോഴാണ് ഉണർന്നിരിക്കുക മനസ്സിലാക്കുന്നത്. വണ്ടി കയറിപ്പോയി, തകർന്ന് തരിപ്പണമായി. എല്ലാം തീർന്നെന്ന് വിചാരിച്ചു. എന്നാൽ അതിനകത്തു ഞങ്ങൾ 5 പേരെയും നീ ഉറങ്ങുമ്പോഴും നീ അറിയാത്തപ്പോഴും ഇന്ന് രാത്രി ഏറ്റെടുക്ക കൃപ പ്രാപിച്ച ദൈവമക്കൾക്കായി ഞാൻ നിന്നെ സ്തുതിക്കുക. നിന്റെ ശുശ്രൂഷയ്ക്കെതിരെ, നിന്റെ ആരോഗ്യത്തിനെതിരെ, നിന്റെ ആയുസ്സിനെതിരെ, നിന്റെ നന്മയ്ക്കെതിരെ തകർത്ത് കളയുമെന്ന് വാദിച്ച് പോരാടുന്ന അന്ധകാര ശക്തികളെ ഒരു അഭിഷേകം ഇന്ന് രാത്രി, നീ അറിയാത്ത ഒരു വിടുതൽ പരിശുദ്ധാത്മാവ് ശക്തമായി വ്യാപരിക്കുന്നു. ഇന്ന് രാത്രി നീ കണ്ടിട്ടില്ലാത്ത, നിനക്കെതിരെ വ്യാപരിക്കുന്ന ഇരുട്ടിന്റെ വ്യാപാരങ്ങളെ ചാരമാക്കുന്ന ഒരു ദൈവ സാന്നിധ്യം receive in the name of Jesus. Receive the power. യേശുവിന്റെ നാമത്തിൽ രക്തത്തിന്റെ ശക്തിയുടെ വ്യാപരിക്കുക. യേശുവിൻ രക്തത്താൽ ഇതിനകത്ത് വന്നിരിക്കുന്ന മുഴുവൻ പേരെ മുദ്രയിടുക. ഇതിനകത്ത് മുദ്രയിട്ട് പ്രാർത്ഥിക്കുക. ഒരു ഇരുട്ടിന് നിന്നെ തൊടാൻ പറ്റില്ല, ഒരു അന്ധകാരത്തിന് നിന്നെ തകർക്കാൻ പറ്റില്ല. അഭിഷേകത്തിന്റെ ശക്തിയാൽ Praise the Lord. Amen. Hallelujah. നിന്റെ കണ്ണിൽ പെടാത്തതിനെ കാണുന്നൊരു ദൈവം. ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുന്നില്ല. ഇസ്രായേലിന്റെ പരിപാലകൻ ഉറങ്ങുന്നില്ല. യഹോവ എൻ്റെ പരിപാലകൻ. എത്ര പേർക്ക് വാ തുറന്ന് പറയാൻ പറ്റും? എൻ്റെ പരിപാലകൻ ലോകത്തിലെ SPG അല്ല, സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് അല്ല എന്നെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. ലോകത്തിലെ ഒരു ബ്ലാക്ക് ക്യാറ്റും അല്ല എന്നെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. ലോകത്തിലെ ഒരു ശക്തിയും അല്ല എന്നെ പ്രൊട്ടക്ട് ചെയ്യുന്നത്.
എന്നെ പരിപാലിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന് അകത്തളത്തിൽ ഉറപ്പുള്ള ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയോ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അവൻ നമ്മളെ കാണുന്ന ദൈവം, നമ്മുടെ കഷ്ടത കാണുന്ന ദൈവം. നമ്മളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഭർത്താവിനോട് പറയും, എൻ്റെ കഷ്ടത നിങ്ങൾ കാണുന്നില്ലല്ലോ. മക്കളോട് പറയും, ഭർത്താവ് ഭാര്യയോടും പറയും, ഞാൻ ഓടുന്നതും ഓടുന്നതും അധ്വാനിക്കുക നീ കാണുന്നില്ലല്ലോ. കുഞ്ഞുങ്ങളോട് പറയടാ, നീയൊക്കെ കാണടാ, അധ്വാനിക്കുക, ഓടുക. ആരും കണ്ടില്ലെങ്കിലും കാണുന്നൊരു ദൈവമുണ്ട്. ആരും കണ്ടില്ലെങ്കിലും കാണുന്നൊരു ദൈവമുണ്ടെന്ന് ഇസ്രായേലിനെ നോക്കി ദൈവം കണ്ടു. 430 വർഷങ്ങൾ സംവത്സരങ്ങൾ മിസ്രയീമിൽ കടന്ന് കഷ്ടപ്പെടുന്ന ജനത്തിൻ്റെ കഷ്ടത കണ്ടിട്ട് മോശയുടെ അടുത്ത് വന്ന് പറയുകയാണ്, മോശേ, എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു. എൻ്റെ ജനത്തിൻ്റെ നിലവിളി ഞാൻ കേട്ടു. എൻ്റെ ദൈവത്തിന് കണ്ണ് മാത്രമല്ല, എൻ്റെ ദൈവത്തിന് നിന്റെ നിലവിളി കേൾക്കാനുള്ള കാതൂടെയുണ്ട്. നിന്നെ മുഴുവനുമായി അറിയുന്നൊരു ദൈവം. ഹല്ലേലൂയ. ആരും നിന്റെ കണ്ണുനീര് കണ്ടില്ലെങ്കിലും നിന്റെ കണ്ണുനീര് കാണുന്നൊരു ദൈവമുണ്ട്. നിന്റെ കണ്ണുനീരിനെ മറികടന്നു പോകാത്തൊരു ദൈവമുണ്ട്. നിന്റെ കണ്ണുനീരിനെ തുരുത്തിയിലാക്കി വച്ചിരിക്കുന്നൊരു ദൈവമുണ്ട്. വിശ്വസിക്കാൻ എത്ര പേർക്ക് പറ്റുന്നുണ്ട്? എത്ര പേർക്ക് ഏറ്റെടുക്കാൻ കഴിയുന്നുണ്ട്? രാത്രിയുടെ യാമങ്ങളെ നീ കണ്ണുനീരിൽ നേരം വെളുപ്പിക്കുമ്പോൾ, അവൻ അടുത്ത ദിവസം എന്തായി തീരുമെന്ന് നീ വ്യാകുലപ്പെടുമ്പോൾ, എൻ്റെ ദൈവം പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടുണ്ട്. ഞാൻ നിന്നെ അനാഥനായി വിടത്തില്ല. ഞാൻ നിന്നെ തള്ളിക്കളയത്തില്ല. ഞാൻ നിന്നെ ഉപേക്ഷിക്കത്തില്ല. ഞാൻ നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു. ഞാൻ നിനക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ ദൈവത്തിന്റെ കണ്ണ് എത്ര പേർക്ക് ഉറപ്പായി ഹൃദയത്തിൽ? എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നൊരു കണ്ണുണ്ടെന്ന്. ഇങ്ങനെ ഊടാടി സഞ്ചരിക്കുക. ആർക്ക് വേണ്ടിയാണ് ഊടാടി സഞ്ചരിക്കുന്നത്? സ്തോത്രം. തങ്ങൾ ഏകാഗ്രചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി. അപ്പൊ എല്ലാവർക്കും ഒരു പ്രൊട്ടക്ഷൻ ഇല്ല. എല്ലാവർക്കും ആ പ്രൊട്ടക്ഷൻ ഇല്ല. ആർക്കാ പ്രൊട്ടക്ഷൻ ഉള്ളേ? ആരെയാ കണ്ടുകൊണ്ടിരിക്കുന്നേ? തങ്ങൾ ഏകാഗ്രചിത്തന്മാരായിരിക്കുക. ഇത്ര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സ്തോത്രം. കൈയടിക്കാനും ആരാധിക്കാനും ഒക്കെ നമുക്ക് പെട്ടെന്ന് സാധിച്ചെന്ന് വരാം. എന്നാൽ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു ഏകാഗ്രമായ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ക്രിസ്തുവിൻ മാത്രം നോക്കി, ഒന്നുകൂടെ പറഞ്ഞാൽ ഞാൻ അതിൻ്റെ ഒന്നുകൂടെ ആഴങ്ങളിലേക്ക് എന്താ ഏകാഗ്രത എന്ന് പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റി, പ്ലഗ് ടു ഗോഡ്, ദൈവവുമായിട്ട് പ്ലഗ് ചെയ്ത് ജീവിക്കുക. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ നല്ല മനോഹരമായ LED ബൾബുകളുണ്ട്, നല്ല ട്യൂബുണ്ട്, നല്ല PA സിസ്റ്റമുണ്ട്. അവൻ ലൈവൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. നമ്മുടെ സഹോദരന്മാർ അതിനുവേണ്ടി ബന്ധപ്പെടുന്നുണ്ട്. ഇതെല്ലാം വർക്ക് ചെയ്യുന്നത് ഇലക്ട്രിസിറ്റിയുമായിട്ട് ഇതിനെ പ്ലഗ് ചെയ്തുകൊണ്ടാണ്. ആണോ അല്ലയോ? പ്ലഗ് ചെയ്യാത്തിടത്തോളം കാലം ഇതൊന്നും വർക്ക് ചെയ്യത്തില്ലെന്നേ. സ്തോത്രം. ഇതെല്ലാം വർക്ക് ചെയ്യണമെങ്കിൽ ഇതിനെ ഇലക്ട്രിസിറ്റി, ആ പവറുണ്ടല്ലോ, ആ പവറുമായിട്ട് ഇതിനെ ഒന്ന് പ്ലഗ് ചെയ്യണം. പ്ലഗ് ചെയ്ത് കഴിയുമ്പോഴാണ് ഇതിൻ്റെ അതിൻ്റെ ഔട്ട്കം, അതിൻ്റെ ആ പൂർണ്ണ ശക്തി, അതിൻ്റെ ആ ആവശ്യങ്ങൾ, അത് കത്തുന്നത്, അത് കറങ്ങുന്നത്, അതിൽ നിന്ന് സൗണ്ട് വരുന്നതൊക്കെ കാരണം ഇത് പ്ലഗ് ചെയ്യുന്നതുകൊണ്ടാണ്. പ്ലഗ് ചെയ്തില്ലെങ്കിൽ ഒന്നിനും കൊള്ളത്തില്ല. അപ്പോൾ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് 24 hours 24/7 ദൈവവുമായിട്ട് നിന്നെ ഒന്ന് പ്ലഗ് ചെയ്യണമെന്ന്, ദൈവവുമായിട്ട് നിന്നെ ഒന്ന് കണക്ട് ചെയ്യണമെന്ന്. ദൈവവുമായിട്ട് നിന്നെ കണക്ട് ചെയ്യുന്ന അനുഭവമാണ് തങ്ങൾ ഏകാഗ്രചിത്തന്മാരായിരിക്കുക. നീ ഇടയ്ക്ക് ഒരു പാസ്റ്ററെ, ഇടയ്ക്ക് എന്തെങ്കിലും പറ്റുന്നതിൻ്റെ കാരണം അവിടെ നീ ഡിസ്കണക്റ്റഡ് ആയതുകൊണ്ടാണ്. ഡിസ്കണക്റ്റഡ് ആയാൽ ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷൻ ഇല്ല. എന്നാൽ നീ ദൈവവുമായിട്ട് ബന്ധപ്പെട്ട് നിന്ന് നോക്കിക്കേ.
സ്വർഗം നിന്നെ ഉപയോഗിക്കാൻ തുടങ്ങും. ഇന്ന് പകൽക്കാലം നീ പ്ലഗ് ചെയ്യാൻ നീ തയ്യാറാണെങ്കിൽ നിന്റെ മേൽ വ്യാപരിക്കുന്ന ഒരു അഭിഷേകമുണ്ട്. ദൈവശക്തി നിന്റെ മേൽ വ്യാപരിക്കാൻ തുടങ്ങും. നിന്റെ കഴിവുകേടുകളെ കഴിവുള്ളതാക്കി മാറ്റാൻ ഇത് പ്ലഗ് ചെയ്താൽ പറ്റുമെന്ന് ഇന്ന് രാത്രിയിൽ നീ ഇവിടെ വന്നിട്ട് മടങ്ങിപ്പോകുമ്പോൾ എവിടെയെങ്കിലും നിന്റെ കണക്ഷൻ പോയി കിടപ്പുണ്ടെങ്കിൽ ഒന്ന് കണക്ട് ചെയ്യണം. മനസ്സിലാകുന്ന എത്ര പേരുണ്ട്? ദൈവത്തിന് സ്തോത്രത്തിന്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ എവിടെയെങ്കിലും കുറവ് വന്നിട്ടുണ്ടെങ്കിൽ, നിന്റെ ഉപവാസത്തിൽ കുറവ് വന്നിട്ടുണ്ടെങ്കിൽ, നിന്റെ കണ്ണുനീരിൽ കുറവ് വന്നിട്ടുണ്ടെങ്കിൽ, നിന്റെ വിശുദ്ധ ജീവിതത്തിൽ കുറവ് വന്നിട്ടുണ്ടെങ്കിൽ, ഇന്ന് നീ ഒന്ന് റീകണക്ട് ചെയ്യണം. എത്ര പേർക്ക് ഏറ്റെടുക്കാൻ കഴിയുന്നുണ്ട്? എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കാൻ പറ്റുന്നുണ്ട്? ഇന്ന് പകൽക്കാലം ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ദൈവവുമായിട്ടൊന്ന് കണക്റ്റ് ആകാനാ. സ്തോത്രം. അതാ തങ്ങൾ ഏകാഗ്രചിത്തന്മാരായിരിക്കുക. അതിന് അപ്പോസ്തലനായ പൗലോസ് കൊടുക്കുന്ന ഒരു നല്ല ഒരു വചനമുണ്ട്. അത് സെക്കൻഡ് കൊരിന്ത്യൻസ് 2 കൊരിന്ത്യ ലേഖനം 11-ാം അധ്യായം 2-3 വാക്യങ്ങളൊന്ന് വായിക്കാമോ? 2 കൊരിന്ത്യർ 11-2-3 വാക്യങ്ങൾ വായിച്ചാട്ടെ. ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു. ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളെ കൊണ്ടുവന്ന് ക്രിസ്തുവുമായിട്ട് കണക്ട് ചെയ്തു. അത്രേ ഉള്ളൂ. സ്തോത്രം. അവിടെ നിങ്ങൾ ആരായി മാറി? ക്രിസ്തുവിൻ്റെ മണവാട്ടിയായി മാറി. അതിന് കൊടുത്തിരിക്കുന്ന വാക്ക് നിർമ്മല കന്യക. എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റിയേ? ഈ കണക്ഷൻ പറ്റണമെങ്കിൽ ഒരു നിർമ്മലത, ഒരു ഹോളിനെസ്. ഹലോ, ആമേൻ. അല്ലാതെ എത്ര കുത്തിയാലും അങ്ങോട്ട് കുത്തേക്കത്തില്ല, എത്ര പ്ലഗ് ചെയ്താലും ഒക്കത്തില്ല. ഇത് ക്രിസ്തുവുമായിട്ട് ഇതിനെ പ്ലഗ് ചെയ്യണമെങ്കിൽ ഞാൻ വിശുദ്ധനാകിയാൽ, ഒന്ന് വാ തുറന്നു പറ, നിങ്ങളും വിശുദ്ധരായിരിക്കും. ഒരു ഹോളി ആയിട്ടുള്ളതിന് മാത്രമേ മോസ്റ്റ് ഹോളിയുമായിട്ട് പ്ലഗ് ചെയ്യാൻ പറ്റുള്ളൂ. ദൂത് മനസ്സിലാവുന്ന എത്ര പേരുണ്ട്? ഹല്ലേലൂയ. ഇത് പ്ലഗ് ചെയ്യണമെങ്കിൽ നീ ഹോളി ആയിരിക്കണം. ആമേൻ. നിർമ്മല കന്യകയായി ഞാൻ നിങ്ങളെ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. അതിന്റെ അർത്ഥം ഞാൻ നിങ്ങളെ ക്രിസ്തുവുമായി കണക്ട് ചെയ്തിരിക്കുന്നു. ഇനി വായിച്ച മനസ്സിലാവും. എന്നാൽ സർപ്പം ഹവ്വയെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളെ നിർമ്മല കന്യകയായി, ആമേൻ, അതിനകത്തൊരു പ്യൂരിറ്റി ഉണ്ട്. നിന്നെ കണക്ട് ചെയ്തു. എന്നാൽ ഈ കണക്ട് ചെയ്ത നിന്നെ അൺപ്ലഗ് ചെയ്യത്തക്ക രീതിയിൽ അതിനെ ഊരിയെടുത്തു മാറ്റുവാൻ, ഡിസ്കണക്ട് ചെയ്യുവാൻ. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? മനസ്സിലാകാൻ ഇങ്ങനെ പറയുന്നത്, നിങ്ങളെ ഡിസ്കണക്ട് ചെയ്യുവാൻ നീ പോലും അറിയത്തില്ല ഡിസ്കണക്ട് ചെയ്യുന്നത്. ആമേൻ. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഇത് ഡിസ്കണക്റ്റഡ് ആയൊക്കെ അറിയാൻ കുറേ സമയമെടുക്കും. ഈ പണ്ടത്തെ പഴയ അന്യഭാഷയൊക്കെ നമുക്ക് കുറച്ച് കാലൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കും, ആരും അറിയത്തില്ല. എന്നാൽ നീ നിന്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷൻ ദൈവത്തിൽ നിന്ന് കൈവിടപ്പെട്ടെന്ന് ചില ക്രൂഷ്യൽ സ്റ്റേജിലൂടെ നീ പോകുമ്പോഴേ അറിയുള്ളൂ. ഇന്ന് രാത്രി നീ സ്തോത്രം പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ മതി, ദൈവം നിന്നെ റീകണക്ട് ചെയ്യും. ആമേൻ. എങ്ങനെ ഈ പിശാചെന്ന് പറഞ്ഞ ഇതുപോലെ ഉപായി വേറൊരുത്തൻ, അവന് പറഞ്ഞിരിക്കുന്ന പേരുണ്ട് അവിടെ, അല്ലേ? അങ്ങനെയല്ലേ? അച്ഛൻ ഒന്നിൻ്റെ കൂടെ നിന്നേ.
സ്തോത്രം. എന്തോ പറഞ്ഞിരിക്കുന്നത്? ഒന്നുകൂടെ വായിച്ച് രണ്ടാമത്തെ ഭാഗം. എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ അവന് കൊടുത്ത ഒരു പേരെന്തുവാ? അവനെ പോലെ ട്രിക്ക് അറിയാവുന്ന ഒരുത്തൻ ലോകത്തിലില്ല. സ്തോത്രം, ഹല്ലേലൂയ. അവൻ നിന്നെ എവിടെ തൊട്ടാൽ നീ വീഴുമെന്ന് അവനറിയാം. സ്തോത്രം. കറക്റ്റ് അവൻ അവിടെ തന്നെ പിടിക്കും. ആമേൻ. വീക്കായിട്ടുള്ള ഏതെങ്കിലും പോർഷൻ നിന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ അവിടെ നീ സ്ട്രോങ് ആകാൻ പരിശുദ്ധാത്മാവ് പറയാം. ആമേൻ, ഹല്ലേലൂയ. അടുത്തത് എന്താ പറഞ്ഞത്? ഉപായത്താൽ ചതിച്ചതുപോലെ. അതിന്റെ അർത്ഥം എന്തുവാ? അവന്റെ പേരെന്തുവാ? ചതിയൻ. സ്തോത്രം. ഇവനെ പോലെ ചതിയൻ വേറെ ആരുമില്ല. ചിരിച്ചൊക്കെ കാണിക്കും, കൂടൊക്കെ നിൽക്കും, സമയമാകുമ്പോൾ നിന്നെ കാമത്തി അടിക്കും. സ്തോത്രം പറഞ്ഞില്ലല്ലോ. ഹല്ലേലൂയ. അപ്പോൾ ഇവന്റെ ഉപായത്തെ, ഇവന്റെ ചതിവിനെ തിരിച്ചറിയണം. സാത്താന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലോ. മനസ്സിലാകുന്നുണ്ടോ? ഈ ദിവസങ്ങളിൽ ദൈവഹിതമല്ലാത്ത തലങ്ങളെ മുഴുവൻ വിട്ടുമാറി ഒരു മടങ്ങി വരവിന് വേണ്ടി, ഒരു മാനസാന്തരത്തിന് വേണ്ടി, ദൈവഹിതത്തിലേക്ക് മടങ്ങി വരാൻ, നിർമ്മലതയിലേക്ക് മടങ്ങി വരാൻ, പ്രാർത്ഥനയിലേക്ക് മടങ്ങി വരാൻ, ഉപവാസത്തിലേക്ക് മടങ്ങി വരാൻ പരിശുദ്ധാത്മാവ് സംസാരിക്കുക. ഏറ്റെടുക്ക കൃപ പ്രാപിച്ചവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവസഭയെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ ആത്മനാഥന്റെ മടങ്ങി വരവ് ആസന്നമായി. കൈവിടപ്പെട്ടു പോകരുത് കേട്ടോ, തള്ളപ്പെട്ടു പോകരുത് കേട്ടോ, നാണം കെട്ടു പോകരുത് കേട്ടോ. ഈ വേദപുസ്തകവും എടുത്തോണ്ട് നടന്നിട്ട് കൈവിടപ്പെട്ടു പോകരുത് കേട്ടോ. നിർമ്മലതയോടുകൂടി ഏകാഗ്രമായി നിൽക്കുന്ന തന്റെ നിർമ്മല കന്യകയെ ചേർക്കുവാൻ നമ്മുടെ ആത്മമണവാളൻ അതിവേഗം അതിവിദൂര ഭാവിയിൽ നമ്മൾ മടങ്ങി വരുമെന്ന് വിശ്വസിക്കുന്ന എത്ര ദൈവമക്കൾ ഇതിനകത്തിരിപ്പുണ്ട്. അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഗ്ലോറി, പ്രൈസ് ദ ലോർഡ്. ഈ പൗലോസ് അവിടെ ആ ഭാഗം പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ഞാൻ ഭയപ്പെടുന്നു. ഈ പൗലോസ് ഭയമില്ലാത്തവനായിരുന്നു. പൗലോസ് പേടിയില്ലാത്തവനായിരുന്നു. കാര്യം എന്താ? കാരാഗ്രഹത്തിനകത്ത് കടന്നുകൊണ്ട് എഴുതി സന്തോഷിപ്പീൻ, സന്തോഷിപ്പീൻ. കർത്താവ് അതോ ഞാൻ ഇവിടെ പേടിച്ച് വർത്തിരിക്കുക, ഇരുട്ടാ, രാത്രി കറണ്ടില്ല, അതിന് വവ്വാൽ ഓടുന്നു, പറക്കുന്നുണ്ട്, അതുവല്ലം പറഞ്ഞോ? ഇല്ല. അതിനകത്ത് കടന്ന് പറയാണ് റിജോയ്സ് ഇൻ ദ ലോർഡ് ഓൾവേസ് ആൻഡ് അഗൈൻ ഐ സേ റിജോയ്സ്. പേടിയില്ലാത്തവനെ കാരാഗ്രഹത്തിനകത്തും ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നവനെ ആരാധിക്കാൻ പറ്റുള്ളൂ, സന്തോഷിക്കാൻ പറ്റുള്ളൂ. ദൂത് ഏറ്റെടുക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഓ ജീസസ്. ഏത് പ്രതിസന്ധി വരട്ടെ, ഏത് വെല്ലുവിളി വരട്ടെ, ഏത് ശത്രു വരട്ടെ, ഏത് പിശാച് എഴുന്നേൽക്കട്ടെ, ഒരു അഭിഷക്തൻ പറയും ഞാൻ ഭയപ്പെടത്തില്ല, ഞാൻ ഭയപ്പെടത്തില്ല. കാരണം എൻ്റെ ദൈവം എൻ്റെ കൂടുണ്ട്. ഉറപ്പുള്ള എത്ര ദൈവമക്കൾ ഇവിടെ വന്നിട്ടുണ്ട്. ഉള്ളിൻ്റെ ഉള്ളിൽ ആഴങ്ങളിൽ ഉറപ്പ് പ്രാപിച്ച ദൈവമക്കൾ ഇന്ന് രാത്രി പറ, എൻ്റെ ദൈവം എൻ്റെ കൂടുണ്ട്. ഒരു അഭിഷേകം, അഭിഷേകം. ഭയം മാറട്ടെ, ഭയം മാറട്ടെ, നിരാശ മാറട്ടെ. യെസ്, ദുഷ്ട പിശാച് കൊണ്ടുവന്ന സകല ഭയത്തിന്റെ ആത്മാവിനെയും I rebuke in the name of Jesus. നിയന്ത്രിക്കാൻ കഴിയാത്തൊരു അഭിഷേകം. ആമേൻ.
ആമേൻ. അഗ്രിപ്പ രാജാവിന്റെ മുമ്പിൽ നിന്നുകൊണ്ട്, കോടതിക്കകത്ത് നിന്നുകൊണ്ട് പറഞ്ഞില്ലേ, അഗ്രിപ്പ രാജാവെ, സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേട് കാണിക്കാൻ എനിക്ക് പറ്റത്തില്ലെന്ന് എവിടെ നിന്ന് പറഞ്ഞെന്നറിയാമോ? കോർട്ടിനകത്ത് രാജാവിൻ്റെ മുമ്പിൽ നിന്ന് പറയുക, എൻ്റെ ദൈവത്തെ അനുസരിക്കാതിരിക്കാൻ പറ്റില്ല. തൻ്റെ ഇടയില്ലേ പറയാൻ പറ്റൂ? നമ്മളൊക്കെയാണ് എപ്പം പറഞ്ഞെന്ന് ചോദിച്ചാൽ, പതാവേ ഒരു 10 മിനിറ്റത്തേലും ഞാൻ ഇത് പറയുക, പിന്നെ മാറ്റി പറഞ്ഞോളാന്ന് പറഞ്ഞ് നമ്മൾ പറഞ്ഞിട്ട് പോകുന്ന പാർട്ടികളാ. സ്തോത്രം. എന്നാൽ ഇവിടെ പൗലോസ് പറയുക, ഇവിടെ എന്നെ വെട്ടിയിട്ടാലും ഒരു ഭക്തന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി അവൻ്റെ ധൈര്യമാണ്. ഏത് ഇരുട്ടിൻ്റെ വ്യാപാരം അവനെ നോക്കി വെല്ലുവിളിച്ചാലും അവൻ പറയും, എന്നെ തൊടാൻ എൻ്റെ ദൈവം അനുവദിക്കാതെ. എത്ര പേർ കേട്ടെടുക്കാൻ കഴിയുന്നുണ്ട്? എൻ്റെ ദൈവം അനുവദിക്കാതെ ഒരു അന്ധകാര ശക്തിക്കും എന്നെ തൊടാൻ പറ്റില്ല. എത്ര പേർ വിശ്വസിക്കുന്നു? എത്ര പേർ ഏറ്റെടുക്കുന്നു? ഇന്ന് രാത്രി ഒരു അസാധാരണ ധൈര്യം ഒരു അഭിഷേകം വ്യാപരിക്കുക ഇതിനകത്ത്. ഒരു പ്രത്യേക ശക്തി ഇന്ന് രാത്രി. ഭയപ്പെടുന്ന, നീ വേദനിക്കുന്ന ചില വിഷയങ്ങൾ, ഭയപ്പെടുന്ന വിഷയങ്ങൾ, തകരുന്ന വിഷയങ്ങൾ, ഇന്ന് രാത്രി അതിന്റെ മീതെ നിന്നെ പറത്തുന്നൊരു അഭിഷേകം. നിന്നെ പറത്തുന്നൊരു അഭിഷേകം. ഏറ്റെടുക്ക ഇന്ന് രാത്രി ദൈവശക്തി. ആമേൻ. ഹല്ലേലൂയ. പൗലോസ് പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും എനിക്ക് മരിക്കുന്നത് ലാഭവുമാണ്. മനുഷ്യൻ ഏറ്റവും കൂടുതൽ ഭയക്കുന്ന മരണത്തെയാണെങ്കിൽ, മരണത്തെ നോക്കി പൗലോസ് പറഞ്ഞു, ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ളവിടെ? നോക്കുക, അവൻ മരണത്തെ നോക്കി വെല്ലുവിളിക്കുന്ന ഒരു അഭിഷേകം. ഇന്ന് രാത്രി ദൈവം നിന്റെ അകത്തേക്ക് തരുന്ന ഒരു ബൂസ്റ്റർ പവർ. Yes, in the name of Jesus. എത്ര പേർക്ക് റിസീവ് ചെയ്യാൻ പറ്റുന്നുണ്ട്? അകത്തെ ഭയം മാറുക. Nothing can harm you. നിന്നെ തൊടാൻ പറ്റില്ല, കാരണം നിന്റെ മേൽ വ്യാപരിക്കുന്നു. Receive. ഭയം മാറട്ടെ. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും. ജീവിക്കുന്ന ക്രിസ്തുവും മരിക്കുന്ന ലാഭവും. ഹല്ലേലൂയ. ആമേൻ. പൗലോസ് ഭയപ്പെട്ടൊരു വിഷയം, താൻ കഷ്ടപ്പെട്ട് നേടിയെടുത്ത ചിലരെ ശത്രു ദൈവത്തിൽ നിന്നും അകറ്റുന്ന കാര്യത്തിൽ ഭയപ്പെട്ടു പോയി. പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? നിന്റെ പ്രാണനേക്കാൾ വലുതാണ് നീ നിന്റെ ദൈവവുമായിട്ടുള്ള കണക്ഷൻ. നിന്റെ പ്രാണനേക്കാൾ വലുതാണ് നീ നിന്റെ ദൈവവുമായിട്ടുള്ള റിലേഷൻഷിപ്പ്. ഏറ്റെടുക്കാൻ എത്ര പേർക്ക് കഴിയുന്നുണ്ട്? നീ നിന്റെ ദൈവവുമായിട്ടുള്ളതിനേക്കാൾ വലുതാണ്
എൻ്റെ ലോകത്തിലുള്ള സകലതിനേക്കാൾ വലുതാണ് എൻ്റെ ദൈവവുമായിട്ടുള്ള ഒരു ബന്ധം. ആ ഏകാഗ്രത ഇന്ന് രാത്രി ജനം തീരുമാനിക്കട്ടെ, ദൈവമക്കൾ ഏറ്റുപറയട്ടെ. Nothing can separate me from the love of Christ. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ഏറ്റെടുക്ക കൃപ പ്രാപിച്ച ദൈവമക്കളുണ്ടെങ്കിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഒന്നിനും ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കാൻ പറ്റില്ല. ഈ ലോകത്തിലെ ഒരു ശക്തിക്കും, കഷ്ടതയ്ക്കോ പട്ടിണിക്കോ ആപത്തിനോ വാളിനോ ഈ ലോകത്തിനോ വരുവാനുള്ളതിനോ ഏറ്റെടുക്ക. ദൈവശക്തി നിന്റെ മേൽ വ്യാപരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ദൈവശക്തി നിന്നെ ആളുമാറിയവനാക്കി മാറ്റും. ദൈവശക്തി നിന്നെ സാഹചര്യങ്ങളെ മാറ്റും. സകലത്തിന്റെ മീതെ നിനക്ക് ജയം തരുന്ന ഒരു അഭിഷേകം. ഹല്ലേലൂയ. ഒത്തിരി ഭക്തന്മാരെ ഈ ദുഷ്ട പിശാച് ചതിച്ചിട്ടുണ്ട്. ഒത്തിരി പേരെ അവൻ വീഴ്ചിട്ടുണ്ട്. ഒത്തിരി പേര് തകർന്നു പോയിട്ടുണ്ട്. ഒത്തിരി പേരുടെ വിശ്വാസ കപ്പൽ അവൻ തകർത്തിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്ന ദൂത്? നമ്മുടെ മസിൽ പവറും കൊണ്ട്, നമ്മുടെ മണി പവർ കൊണ്ട്, നമ്മുടെ ഇൻഫ്ലുവൻസ് കൊണ്ട്, നമ്മുടെ പൊസിഷൻ കൊണ്ട് പിടിച്ചു നിൽക്കാമെന്ന് തോന്നിയാൽ നടക്കത്തില്ല കേട്ടോ, നടക്കത്തില്ല. ഈ കണക്ഷൻ നിനക്ക് വേണമെങ്കിൽ ഒരു പ്രത്യേക കൃപ നിനക്ക് വേണം. ഒരു കൃപ നീ പ്രാപിച്ചോണം. ഇന്നു രാത്രി ആ കൃപ ഏറ്റെടുക്കണം. ഇന്നു രാത്രി ആ കൃപ ഏറ്റെടുക്കാൻ എത്ര പേർ തയ്യാറാണ്? കർത്താവേ, എനിക്ക് പിടിച്ചു നിൽക്കാൻ നിന്റെ ഒരു പ്രത്യേക അഭിഷേകം എനിക്ക് വേണം. നിൻ വരവിൽ മുന്നണിയായി നിന്നിടുമേ ഞാനെന്ന് പാടിയവർ പോലും പിന്മാറിപ്പോയെങ്കിൽ, പരാജയപ്പെട്ടു പോയെങ്കിൽ, ഒരു ഭക്തൻ പാടിയില്ലേ, കാണുന്നു ഞാൻ അസ്ഥികൂടങ്ങൾ ഭീകരം. പ്രൈസ് ദ ലോർഡ്. മുന്നണി പോരാളികളായി പോരാടിയ പലരും പണത്തിന്റെ മുമ്പിൽ വീണുപോയില്ലേ? മുന്നണി പോരാളികളായി പോരാടിയ പലരും അവൻ ലോകത്തിന്റെ സുഖത്തിന്റെ മുമ്പിൽ വീണുപോയില്ലേ? ആത്മാവിൽ ഞാൻ ദൂത് കൈമാറുക. ഒരു പ്രത്യേക കൃപയ്ക്ക് വേണ്ടി നീ പ്രാർത്ഥിച്ചോണം. അവസാന ശ്വാസം വരെ വിശുദ്ധിക്ക് വേണ്ടി, വേർപാടിനു വേണ്ടി, ആത്മീക മൂല്യങ്ങൾക്ക് വേണ്ടി പിടിച്ചു നിന്ന് മരിക്കാൻ ഏറ്റെടുക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ. അതിനുള്ള പ്രത്യേക അഭിഷേകം ദൈവം നിന്റെ മേൽ പകരുന്നത് മനസ്സിലാക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരു കഴുതയുടെ പച്ച താടിയെല്ലുകൊണ്ട് കുന്നൊന്ന് കുന്ന് രണ്ടെന്ന് പറഞ്ഞ് പിടിച്ച ഫെലിസ്ത്യരെ കൊന്നൊടുക്കിയ ശിംശോൻ പോലും പരസ്യ കോലമായി ദാഗോന്റെ ക്ഷേത്രത്തിനകത്ത് കണ്ണുകൾ കുത്തി പൊട്ടിക്കപ്പെട്ടവനായി തകർന്നു വീണെങ്കിൽ, ദൈവാത്മാവ് വ്യക്തമായി സംസാരിക്കുന്നു. വിശുദ്ധിക്ക് വേണ്ടി പിടിച്ചോണം. പെന്തിക്കോസിന്റെ ലേബലൊക്കെ നല്ലതാ. പെന്തിക്കോസിന്റെ അനുഭവം വേണം. പെന്തിക്കോസ്തിന്റെ വിശുദ്ധി വേണം. വചനത്തിലുള്ള വിശുദ്ധി വേണം. ഇന്നലെ രാത്രി ഞാൻ പ്രസംഗിച്ചത് വചനത്താൽ നീ ശുദ്ധീകരിക്കപ്പെടണം. യേശുവിന്റെ രക്തത്താൽ നീ ശുദ്ധീകരിക്കപ്പെടണം. ആമേൻ. വചനത്തിന്റെ ശക്തിയാൽ നീ നിറയണം. ആത്മാവിന്റെ ശക്തിയാൽ നീ നിറയണം. ഹല്ലേലൂയ. തങ്ങൾ ഏകാഗ്രചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി ദൈവത്തിന് എന്താ വെളിപ്പെടുത്തണം? ദൈവത്തിൻ്റെ ബലം വെളിപ്പെടുത്തണം. ഹലോ, ദൈവത്തിൻ്റെ ബലം വെളിപ്പെടുത്താൻ ദൈവത്തിൻ്റെ സൃഷ്ടികളിലൂടെയാണ് ദൈവത്തിൻ്റെ ബലം വെളിപ്പെടുത്തുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ദൈവത്തിന് ബലം വെളിപ്പെടുത്താനുള്ളത് ഞാനും നിങ്ങളുമൊക്കെയാണ്. എന്നിലൂടെ ദൈവത്തിൻ്റെ ബലം ദൈവത്തിന് വെളിപ്പെടുത്തണം.
നിങ്ങളിലൂടെ ദൈവത്തിൻ്റെ ബലം ദൈവത്തിന് വെളിപ്പെടുത്തണമെന്ന്. ദൈവത്തിൻ്റെ ബലം എന്ന് പറയാം ദൈവത്തിൻ്റെ ശക്തി. The power of God should be revealed in and through my life, your life. ഏറ്റെടുക്കാൻ എത്ര പേർക്ക് പറ്റുന്നുണ്ട്? അതിന് എത്ര പേർ തയ്യാറുണ്ട്? ആമേൻ. കർത്താവേ, എന്നിലൂടെ നിന്റെ ശക്തി ഒന്ന് വെളിപ്പെടുത്തണേ. വെറുതെ പറ്റത്തില്ല കേട്ടോ. സ്ക്യൂസ് ഔട്ട് ചെയ്യാൻ നീ തയ്യാറാണോ? മുട്ടുമടക്കാൻ നീ തയ്യാറാണോ? വിശുദ്ധിക്ക് വേണ്ടി നിൽക്കാൻ നിനക്ക് തയ്യാറാണോ? നിന്നിലൂടെ ദൈവത്തിൻ്റെ ബലം നിന്റെ കുടുംബത്തിനകത്ത് ദൈവം വെളിപ്പെടുത്തും, നിന്റെ തലമുറയിൽ വെളിപ്പെടുത്തും, നിന്റെ ചുറ്റുപാടുകളിൽ വെളിപ്പെടുത്തും, നിന്റെ ഓഫീസിൽ വെളിപ്പെടുത്തും, നിന്റെ കുടുംബത്തിൽ വെളിപ്പെടുത്തും. നിന്റെ മേൽ വ്യാപരിക്കുന്ന ശക്തി, ഇറ്റ് ഈസ് സൂപ്പർ നാച്ചുറൽ. ഏറ്റെടുക്കാൻ പറ്റുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ആമേൻ. ഇന്ന് രാത്രി ചിലരെ ദൈവം എംപവർ ചെയ്യുന്നു. God is empowering you right now in the name of Jesus. ദൈവത്തിന്റെ ശക്തി. അപ്പോസ്തലൻ പൗലോസ് പറഞ്ഞു, ഈ ശക്തി, ഈ അത്യന്ത ശക്തി എന്റെ സ്വന്തമെന്നല്ല, ആ കെട്ടുകൾ അഴിയട്ടെ. നിന്റെ മേൽ വ്യാപരിക്കുന്ന ശക്തി, ദേശങ്ങളെ കീഴടക്കുന്ന അഭിഷേകം, ഇന്ന് രാത്രി അത്ഭുതം നടക്കുക. നീ ഇവിടെ ഇരിക്കുമ്പോൾ വിദൂരതയിൽ ചില അത്ഭുതങ്ങൾ, നീ ഇവിടെ ഇരിക്കുമ്പോൾ നിനക്കെതിരെ ശത്രു എഴുതിയ ചില എഴുത്തുകൾ ഈ ശക്തി മായ്ക്കുക. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി വിടുതലിന്റെ രാത്രിയാ. ഇന്ന് രാത്രി ദൈവപ്രവൃത്തി അതിന് ആഴങ്ങളിൽ വെളിപ്പെടുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുന്നു. വിട്ടുകൊടുക്കാൻ എത്ര പേർക്ക് പറ്റുന്നുണ്ട്? ഏൽപ്പിച്ചു കൊടുക്കാൻ എത്ര പേർക്ക് പറ്റുന്നുണ്ട്? പ്രൈസ് ദി ലോർഡ്. പൗലോസ് അതിന് തൻ്റെ ജീവിതത്തിലൂടെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. ഈ അനുഭവം എന്നൊക്കെ പറയുന്നതേ അതിലൂടെ പ്രസംഗിക്കുമ്പോഴാ. ജീവിതമില്ല പ്രസംഗിച്ചാൽ എന്ത് കൊടുക്കാനാ? ജീവിതം വേണമെന്നേ. എത്ര നന്നായി വേണേ പായി തുടങ്ങി പായിലകാസാരി പാപപരിഹാരാർത്ഥം പാപികളെ തേടി ഭാരതത്തിൽ വന്ന പരിശുദ്ധ ഇങ്ങനെയൊക്കെ പ്രസംഗിക്കാം. പക്ഷെ ജീവിതം വേണം. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? സ്തോത്രം. ഇന്നു രാത്രി പൗലോസ് എഴുതിയിരിക്കുന്ന ഭാഗം ഒന്ന് വായിച്ചേ. 2 കൊരിന്ത്യർ 13:9. അത് 8 തൊട്ട് വായിച്ചോ. 8 തൊട്ട് വായിച്ചോ. പെട്ടെന്ന് വായിക്കണം, സമയം തീരുക. സത്യത്തിന് അനുകൂലമല്ലാതെ സത്യത്തിന് പ്രതികൂലമായി ഞങ്ങൾക്ക് ഒന്നും കഴിവില്ലല്ലോ. ഞങ്ങൾ ബലഹീനരും നിങ്ങൾ ശക്തരുമായിരിക്കുമ്പോൾ ഞങ്ങൾ സന്തോഷിക്കുന്നു. നിങ്ങളുടെ യഥാസ്ഥാനത്തിനായി തന്നെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. 2 കൊരിന്ത്യൻസ് ആണോ? അതിന്റെ ഏതധ്യായം? 13-ാം അധ്യായം. അതെ, വായിച്ചോട്ടെ. വായിച്ചേ. അവൻ എന്നോട് എൻ്റെ കൃപ നിനക്ക് മതി. ഏത് വാക്യമാ? ഏതാ? വായിച്ചേ. അവൻ എന്നോട് എന്റെ കൃപ നിനക്ക് മതി, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. സാധാരണ ദൂതനെ കുത്താൻ ഏൽപ്പിച്ച് ദൈവസന്നിധിയിൽ ചെന്ന് 3 പ്രാവശ്യം പ്രാർത്ഥിച്ചു, കർത്താവേ ഒന്ന് മാറ്റി തരണേ, ഞാൻ ബലഹീനനാ, കുറച്ചുകൂടെ ഓടണമല്ലോ. അപ്പം ദൈവം പറഞ്ഞൊരു കാര്യമുണ്ട്, എൻ്റെ കൃപ നിനക്ക് മതി. ഈ ഔട്ടർ ഹീലിങ്ങിനെക്കാട്ടി വലിയ ഹീലിംഗ് ഇന്നർ ഹീലിംഗ്. ഏറ്റവും എത്ര പേർക്ക് പറ്റുന്നുണ്ട്?
ദൈവം ഭക്തന്മാർക്ക് കൊടുക്കുന്ന ഒരു സൗഖ്യമാണ് ആന്തരിക സൗഖ്യം. ആ ഒരു സൗഖ്യം കിട്ടിയാൽ പിന്നെ നിന്നെ പിടിച്ചാൽ കിട്ടൂല, നിന്നെ തകർക്കാൻ പറ്റില്ല, നിന്നെ ഒതുക്കാൻ പറ്റില്ല, നിന്നെ ബലഹീനമാക്കാൻ പറ്റില്ല. ഇന്ന് രാത്രി ദൈവം ചിലരുടെ ആന്തരികമായ ഒരു വലിയ സൗഖ്യം. ആമേൻ. എന്നിട്ട് പറയും, എൻ്റെ കൃപ നിനക്ക് മതി. അടുത്തത്, എൻ്റെ ശക്തി, മൈ പവർ, മൈ സ്ട്രെങ്ത് ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. എവിടെ തികയുന്നെന്ന് അറിയാമോ? എൻ്റെ ബലഹീനതയിൽ ഈ ശക്തി തികഞ്ഞു വരുന്നു. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൻ്റെ ശക്തി എവിടെ തികയുന്നെന്നറിയാമോ? എൻ്റെ ബലഹീനതയിൽ ദൈവശക്തി. ഒരു ഭക്തന്റെ ജീവിതത്തിൽ അവൻ എവിടാണോ ക്ഷീണിക്കുന്നത്, അവൻ എവിടാണോ ബലഹീനനാകുന്നത്, അവിടെ സ്വർഗത്തിൻ്റെ ശക്തി വ്യാപരിക്കാൻ തുടങ്ങും. അവൻ നിന്നെ ശക്തീകരിക്കാൻ തുടങ്ങും. നിന്നിലൂടെ ദൈവത്തിൻ്റെ ബലം വെളിപ്പെടുത്താൻ, ദൈവത്തിൻ്റെ ബലം നിന്നിലൂടെ വെളിപ്പെടുത്തുവാൻ ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവ് വ്യക്തമായി സംസാരിക്കുന്നു, വ്യക്തമായി ഇടപെടുന്നു. അവൻ ദൈവത്തിൻ്റെ ശക്തി നിന്നിലൂടെ വെളിപ്പെടുത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഓ, ഏറ്റെടുക്കാൻ എത്ര പേർക്ക് പറ്റുന്നുണ്ട്? ഇന്ന് രാത്രി നീ ക്ഷീണിതനാണ്, നീ ബലഹീനനാണ്, പ്രതിസന്ധികളുടെ മുമ്പിൽ നീ തളർന്നുപോയി. എന്നാൽ ആഹാബിന്റെ രഥത്തിന്റെ മുമ്പിൽ ഏറ്റെടുക്കാൻ എത്ര പേർക്ക് പറ്റുന്നുണ്ട്? ആഹാബിന്റെ രഥത്തിന്റെ മുമ്പിൽ ഏറ്റെടുക്ക കൃപ പ്രാപിച്ചവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ. കർമ്മേലിന്റെ മുകളിലെ പ്രാർത്ഥന കഴിഞ്ഞു. കർമ്മേലിന്റെ മുകളിലെ അവൻ പിശാചിന്റെ അല്ലെങ്കിൽ ബാലിന്റെ പ്രവാചകന്മാരുള്ള യുദ്ധം കഴിഞ്ഞു. ക്ഷീണിതനാ. എന്നാൽ ആഹാബിന്റെ രഥത്തിന്റെ മുമ്പിൽ നിന്റെ ദൈവം ശക്തനാണെന്നും നിന്റെ ദൈവം നിന്നെ ബലപ്പെടുത്തുമെന്നും ഇന്ന് രാത്രി വെളിപ്പെടുത്തുന്ന രാത്രിയാ. എത്ര പേർക്ക് ഏറ്റെടുക്കാൻ കഴിയുന്നുണ്ട്? ഹല്ലേലൂയ. 900 രഥങ്ങളുമായി അഭിഷക്തന്മാരോട് പോരാടാൻ വന്ന സീസരയുടെ രഥത്തിന്റെ ചക്രത്തെ കീശോൻ തോട്ടിൽ വെച്ച് തെന്നിച്ചു കളഞ്ഞ ദൈവം. രാത്രി ദൈവശക്തിയുടെ വ്യാപരിക്കുക, ദൈവശക്തിയുടെ വ്യാപരിക്കുക. കുതിരക്കുളമ്പുകളെ വെട്ടിക്കളഞ്ഞ ദൈവം. പ്രാർത്ഥിക്കുന്നതിന്റെ മുമ്പിൽ ഓ, വിശ്വസിക്കുന്നവർ ആരാധിക്കട്ടെ, വിശ്വസിക്കുന്നവർ ആരാധിക്കട്ടെ. ഇന്ന് രാത്രി ഒരു അഭിഷേകം, ഇന്ന് രാത്രി ദൈവത്തിന്റെ ശക്തി നിന്റെ മേൽ, നിന്റെ തലമുറയുടെ മേൽ, നിന്റെ കുഞ്ഞുങ്ങളുടെ മേൽ അവൻ വെളിപ്പെടുത്തുന്നു. ഒരു അഭിഷേകം നിന്റെ മേൽ ദൈവം പകരുക. നീ ഇന്ന് വരെ അനുഭവിക്കാത്ത ദൈവശക്തി വ്യാപരിക്കുന്നു. തന്നെത്താൻ ബലവാനെന്ന് കാണിക്കാൻ. ഓ, നിന്റെ ദൈവം ജീവിക്കുന്ന ദൈവമെന്ന്, നിന്റെ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ലെന്ന് നിന്നിലൂടെ വെളിപ്പെടുത്താൻ. ഏറ്റെടുക്കാൻ തയ്യാറുള്ളവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. നീ ഒരിടത്ത് കുറയാൻ, നീ ഒരിടത്ത് മുട്ടുമടക്കാൻ എന്റെ ദൈവം സമ്മതിക്കത്തില്ല. വിട്ടുകൊടുക്കാൻ എത്ര പേർക്ക് പറ്റുന്നുണ്ട്? നീ ഒരിടത്ത് കുറയാൻ, നീ ഒരിടത്ത് മുട്ടുമടക്കാൻ എന്റെ ദൈവം സമ്മതിക്കത്തില്ല. ഇന്ന് രാത്രി ഓ, ദൈവശക്തിയാൽ നിന്നെ നിറയ്ക്കുക.
പ്രാർത്ഥിക്കുന്നതിന് മുമ്പിൽ നിനക്കെതിരെ വരുന്ന സൈന്യത്തെ ദൈവം മുട്ടുമടക്കും. Every knee shall bow, every tongue shall confess that Jesus Christ is the Lord. നിന്റെ ദൈവം ആരാണെന്ന് നിന്നിലൂടെ എന്റെ ദൈവം വെളിപ്പെടുത്തുക. ഏറ്റെടുക്കുക. എത്ര പേർക്ക് പറ്റുന്നുണ്ട്? എത്ര പേർ പ്രാർത്ഥിക്കുക എന്നിലൂടെ വെളിപ്പെടുത്തണമെന്ന്? എന്നിലൂടെ വെളിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട്? അവർക്ക് ചാടി എഴുന്നേറ്റോ എന്നിലൂടെ വെളിപ്പെടുത്തണം. Let thy power revealed in my life, Lord. എന്നിലൂടെ നിന്റെ ശക്തി. ആഗ്രഹമില്ലേ താല്പര്യോടെ ചാടി എഴുന്നേക്കാനാ പറഞ്ഞ പ്രാർത്ഥിക്കാൻ പോകാൻ നിങ്ങൾക്ക് വേണ്ടി. ഇന്ന് രാത്രി ഒരു അഭിഷേകം നിന്റെ മേൽ വ്യാപരിക്കുക. ദൈവശക്തി നിന്റെ മേൽ വ്യാപരിക്കുന്നു. നീ വന്നതുപോലല്ല, ഇവിടുന്ന് ഇരട്ടി പവർ പ്രാപിച്ച് അവൻ ദേശങ്ങളുടെ മേൽ അവൻ നിന്റെ ശക്തി വെളിപ്പെടുത്തുവാൻ, നിന്റെ കുടുംബത്തിൽ ദൈവശക്തി വെളിപ്പെടുത്തുവാൻ, നിന്റെ സഭയിൽ ദൈവശക്തി വെളിപ്പെടുത്തുവാൻ. ജീസസ് 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 ജീസസ്. ഒരു അഭിഷേകം, ഒരു ദൈവശക്തി ഇന്ന് നിന്റെ മേൽ വ്യാപരിക്കുന്നു. പ്രതിസന്ധികളുടെ മീതെ നിന്നെ എഴുന്നേൽപ്പിക്കുന്ന, പ്രതിസന്ധികളുടെ മീതെ നിന്നെ ഓടിക്കുന്ന ഒരു അഭിഷേകം. ആഹാബിന്റെ രഥത്തിന്റെ മുമ്പിൽ നിന്നെ നോക്കി വെല്ലുവിളിക്കുന്ന ഇരുട്ടിന്റെ വ്യാപാരം, രോഗമാകട്ടെ അതിന്റെ മീതെ ദൈവം നിന്നെ പറത്തും. ദൈവശക്തി വ്യാപരിക്കുന്നു. ഇന്ന് രാത്രി അഭിഷേകം ഇവിടെ വ്യാപരിക്കുക. തങ്ങൾ ഏകാഗ്രചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ദൈവത്തിന്റെ കണ്ണ് ഊടാടി സഞ്ചരിക്കുമ്പോൾ ഇന്ന് രാത്രി നിന്റെ മേൽ ദൈവത്തിന്റെ ദൃഷ്ടി പതിയുന്നത് പരിശുദ്ധാത്മാവെന്നെ കാണിക്കുന്നു. ദൈവത്തിന്റെ മഹത്വം നിന്റെ വിഷയത്തിൽ ഇറങ്ങുന്നത് പരിശുദ്ധാത്മാവ് കാണിക്കുന്നു. നീ ഭാരപ്പെട്ടു വന്ന ചില വിഷയങ്ങളുടെ മേൽ സ്വർഗത്തിന്റെ ഇടപെടൽ, സ്വർഗത്തിന്റെ ഇടപെടൽ. നിനക്ക് അസാധ്യമായ ചില വിഷയങ്ങളിൽ സ്വർഗം ഇടപെടുക. സ്വർഗം ഇടപെടുന്നു. വിട്ടുകൊടുക്കാൻ എത്ര പേർക്ക് പറ്റും? വിട്ടുകൊടുക്കാൻ എത്ര പേർക്ക് പറ്റും? ഇന്ന് രാത്രി ചില കെട്ടുകൾ അഴിയട്ടെ. ആഭിചാരത്തിന്റെ കെട്ടുകൾ, ചില മന്ത്രവാദ കെട്ടുകൾ പരിശുദ്ധാത്മാവ് അഴിച്ചു മാറ്റുക. രോഗത്തിന്റെ കെട്ടുകൾ പരിശുദ്ധാത്മാവ് അഴിച്ചു മാറ്റുക. ചില പൈശാചിക മണ്ഡലങ്ങൾ താഴെ വീഴുക. അഭിഷേകം 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 അഭിഷേകം. Rama Shanta Raga Dala Riba Mama Raga Dala Hamda Mana Riga Dala Hamda Mana Riga Dala Varabo. വിട്ടുകൊടുത്ത് ആരാധിക്കാം, അന്യഭാഷയിൽ ആരാധിക്കാം. ദൈവം നിന്നെ കണക്ട് ചെയ്യുക. ദൈവശക്തി നിന്റെ മേൽ വ്യാപരിക്കുന്നു. Unlimited power. Rika mana hata raga dhala. Buddha Bharava Shanta raga dhala. പാടി ആരാധിച്ച് നമ്മൾ നിർത്തും. പരിശുദ്ധാത്മാവിന്റെ ഉള്ളിൽ ഒരു വലിയ പ്രേരണ ഇന്ന് രാത്രി തരിക. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നുള്ള കൈപൊക്കിക്കേ. ദൈവദാസന്മാർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നുള്ളവര് കൈവക്കാൻ ഇന്ന് രാത്രി ദൈവശക്തി നിന്റെ മേൽ വ്യാപരിക്കും. ദൈവകൃപ നിന്റെ മേൽ വ്യാപരിക്കും. ആ ഉയർത്തപ്പെട്ട കരങ്ങളിൽ ദൈവശക്തി വ്യാപരിക്കുക. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഒരു അഭിഷേകം നിന്റെ മേൽ വ്യാപരിക്കുന്നു.
നിന്റെ ഉച്ച മുതൽ ഉള്ളംകാൽ വരെ ഉയർത്തപ്പെട്ട കരങ്ങളിൽ ദൈവം തൊടുക. ആണിപ്പാടുള്ള കരങ്ങൾ സ്പർശിക്കുന്നു. ദൈവശക്തി വ്യാപരിക്കുന്നു. In the name of Jesus. പാട്ടുപാടുന്ന സമയത്ത് ദൈവദാസന്മാർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നുള്ളൊരു മുമ്പോട്ട് വന്നാൽ നിങ്ങളുടെ തലയിൽ കൈവച്ച് മുഴുവൻ പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഈ സമയത്ത് ആ കരങ്ങളെ തട്ടി ദൈവത്തെ സ്തുതിച്ച് നമുക്ക് ഒരുമിച്ച് ആരാധിക്കാം. പ്രാർത്ഥന ആവശ്യമുള്ള മുമ്പോട്ട് വന്നാൽ ദൈവശക്തി നിങ്ങളുടെ മേൽ വ്യാപരിക്കും. എല്ലാ രോഗത്തിന്റെ കെട്ടുകളും അഴിഞ്ഞു മാറും. എല്ലാ ശാപങ്ങളും, എല്ലാ ദോഷങ്ങളും, എല്ലാ പ്രതികൂലങ്ങളും യേശുവിന്റെ നാമത്തിൽ ദുഃഖങ്ങളും മരണമതും എല്ലാം നീ ഭയപ്പെടാതെ. രോഗദുഃഖങ്ങളും മരണമതും എല്ലാം നീ ഭയപ്പെടാതെ. ദേഹം മണ്ണോടു ചേർന്നാലും രൂപാന്തരം പ്രാപിക്കും. ദേഹം മണ്ണോടു ചേർന്ന്